അതിശക്തമായ മഴയിൽ കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ അനന്തമ്പള്ള പ്രദേശത്തെ 100 ഏക്കറോളം വരുന്ന കൃഷിയിടങ്ങൾ വെള്ളത്തിലായി. ഏറെ പ്രതീക്ഷയോടെ കൃഷിയിറക്കിയ കർഷകർ സങ്കടക്കടലിൽ. ഫെയ്ജൻ ചുഴലിക്കാറ്റിനെ തുടർന്ന് അതിശക്തമായി പെയ്ത മഴയിൽ അനന്തമ്പള്ള പ്രദേശത്തെ 100 ഏക്കറോളം വരുന്ന കൃഷിയിടങ്ങൾ വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് അനന്തമ്പള്ള. പ്രദേശത്ത് ജനങ്ങളുടെ ജീവിത വരുമാന മാർഗം കൂടിയാണ് കൃഷി. ഒരു വർഷം കൃഷി ഇറക്കുന്നതിനു വേണ്ടി ഭാരിച്ച ബാധ്യതയാണ് കർഷകർക്കുണ്ടാവുന്നത്. ഇതാണ് ദിവസങ്ങൾ കൊണ്ട് ഇല്ലാതായത്. വെള്ളരി, കക്കിരി, വെണ്ട, ചീര, മത്തൻ, കുമ്പളം, നരമ്പൻ, വഴുതിന, മരച്ചീനി, കിഴങ്ങ്, മുളക് എന്നിവയാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. ഇത്തരം വളർച്ചയായ കൃഷികളാണ് വെള്ളം കയറി കർഷകരുടെ ജീവിതമാർഗം ഇല്ലാതാക്കിയത്. കർഷകർക്ക് വേണ്ടുന്ന അടിയന്തര സഹായം സർക്കാരിൽ നിന്ന് ലഭ്യമാക്കണമെന്ന് CPIM അനന്തമ്പള്ള സൗത്ത് ബ്രാഞ്ച് ആവശ്യപ്പെട്ടു. ഇത്തവണയും അവർ വിവിധതരം പച്ചക്കറികൾ മുൻകൂട്ടി തന്നെ കൃഷി ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള വളവും എല്ലാം ചേർത്ത് ഇപ്പോൾ കാണുന്നത് പോലെ നല്ല മെച്ചപ്പെട്ട രീതിയിൽ വിളവെടുക്കത്തക്ക നിലയിൽ എല്ലാം വളർന്നു വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് ഇവിടെ കടുത്ത മഴ പെയ്ത് ഈ വയലിലാകെ വെള്ളം കെട്ടി നിൽക്കുന്നത്. സ്വാഭാവികമായും ഈ പച്ചക്കറി ഉൽപ്പാദന സമയത്ത് ഇങ്ങനെ വെള്ളം കെട്ടി നിന്നാൽ അത് മുഴുവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകും. 300-ലധികം കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ എല്ലാ വർഷവും ഈ കുടുംബങ്ങൾ ഇവിടെ കൃഷി ചെയ്ത് അവിടെ ഒരു വർഷക്കാലത്തെ ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കുന്നതാണ്. നാശനഷ്ടം സംഭവിച്ച കൃഷിയിടങ്ങൾ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം BV രമേശൻ, CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി രാജ്മോഹൻ, ജില്ലാ കമ്മിറ്റി അംഗം നിഷാന്ത്, ലോക്കൽ സെക്രട്ടറി ശബരീശൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ V സുകുമാരൻ, മുഹമ്മദ് മുറിയനാവി, കാഞ്ഞങ്ങാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV സരസ്വതി, വാർഡ് കൌൺസിലർ C രവീന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PV മണി, അനന്തമ്പള്ള, TP കരുണാകരൻ, നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി VM കൃഷ്ണൻ തുടങ്ങിയവർ സന്ദർശിച്ചു. മടിക്കൈ എരിക്കുളത്ത് വിഷുവിപണി ലക്ഷ്യമിട്ടിറക്കിയ ഏക്കർ വരുന്ന വെള്ളരി, തണ്ണിമത്തൻ കൃഷിയും വെള്ളം കയറി നശിച്ചു. 75 കർഷകർ ചേർന്ന് 3 ആഴ്ച മുൻപായിരുന്നു കൃഷി ഇറക്കിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.